Hello everyone, welcome back to my YouTube channel. So, ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു മെക്സിക്കൻ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് ഗുവാക്കാമോലെ. ഇത് ഭയങ്കര ഫേമസ് ഡിഷാണ്. ഞാൻ റീസെൻ്റ്ലി ഇത് ഡിഷ് അറിഞ്ഞത്. അപ്പം തൊട്ട് ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡിഷാണ്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്കൊരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും അറിയാമല്ലോ, അവക്കാഡോ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ന്യൂട്രീഷണൽ ഫ്രൂട്ടാണ്. പിന്നെ അവക്കാഡോയ്ക്കകത്ത് വൈറ്റമിൻസ്, മിനറൽസ്, സാച്ചുറേറ്റഡ് ഫാറ്റ് എല്ലാം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. സോ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇത് ഉണ്ടാക്കാൻ ഒരു മിനിമം 10 minutes മതി. സോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ സ്നാക്കായിട്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് മെക്സിക്കനിൽ ഇത് അവിടെ ഒരു ഡിപ്പായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. വിത്ത് ടോട്ടില്ല അല്ലെങ്കിൽ വിത്ത് സാലഡ്, അവർ ലൈക്ക് സാലഡ് അവരെടുക്കും. ബട്ട് നമുക്കിത് ഏത് രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് നമുക്കിത് കഴിക്കാം. സോ റെസിപ്പിയിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയത് അവക്കാഡോ വേണം. അവക്കാഡോ എടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നല്ല റൈപ്പ് ഉള്ള അവക്കാഡോ തന്നെ എടുക്കണം. ഞാനിവിടെ ഓൾറെഡി ഒരു അവക്കാഡോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നല്ല റൈപ്പ് ഉള്ള അവക്കാഡോ എടുത്തിട്ട് അത് നല്ലതായിട്ടത് മാഷ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാഷ് അവക്കാഡോയ്ക്കകത്ത് നമ്മൾ ഓണിയൻ ഇടണം. ഫൈനലി ചോപ്ഡ് ഓണിയൻ. ഞാൻ ഒരു ഹാഫ് ഓണിയൻ എടുത്തേക്കോ ഇവിടെ ഇപ്പം. പിന്നെ ഒരു ടൊമാറ്റോ, അതും നല്ലതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തേക്കണേ. അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു ചില്ലി എടുത്തേക്കണേ, അതും ഫൈനലി ചോപ്ഡ് ഉള്ളേ. ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഓപ്ഷണലാണ്. ഇഷ്ടമനുസരിച്ച് കൊറിയാൻഡർ ലീവ്സ് ഒക്കെ ഫൈനലി ചോപ്ഡ് ആയിട്ട് ഇടാം. അറ്റ് ലാസ്റ്റ് നമുക്ക് ലെമൺ ഒഴിക്കാം. ഇത് ഹാഫ് ലെമൺ നല്ലതായിട്ടങ്ങ് സ്ക്വീസ് ചെയ്തിട്ടങ്ങ് ഇടാം. അവക്കാഡോയിൽ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏത് ഫ്ലേവർ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്, സോ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇടുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മുടെ സോൾട്ട്. നമുക്കിതെല്ലാം അങ്ങ് മിക്സ് ആക്കാം നല്ലതായിട്ട്. അപ്പം കണ്ടല്ലോ എത്ര പെട്ടെന്ന് എത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഗുവാക്കാമോലി റെഡി ആക്കാൻ പറ്റുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഒരു ടോസ്റ്റ്, എൻ്റെ അടുത്ത് ടോസ്റ്റ് ഇല്ല, ബണ്ണാണ് ഉള്ളത്. സോ ഞാനിത് ബണ്ണാത്തൊരു സ്പ്രെഡ് ചെയ്തിട്ട് ഇത് കഴിക്കുന്നത്. ഈവൻ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ആണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തിട്ട് സ്നാക്കായിട്ടൊക്കെ ആണെങ്കിലും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ സണ്ണി സൈഡ് ഫ്രൈഡ് എഗ് ഓൾസോ ട്രൈ ചെയ്യാം. ഭയങ്കര ഡെലിഷ്യസാണ്. ബട്ട് ഇപ്പം നോയമ്പ് ആയതുകൊണ്ട് ഞാൻ അത് മുട്ട കഴിക്കുന്നില്ല. ഓൺലി മൈ ഫേവറേറ്റ് ഗുവാക്കാമോലി വിത്ത് ബൺ.